കിഴക്കേ മലയിലെ വെണ്ണില ഒരു ക്രിസ്ത്യാനി പെണ്ണ്. അസൂയയ്ക്കും വസൂരിക്കും നീറ്റുമരുന്ന്, അരപ്പിരിക്കും മുഴുപ്പിരിക്കും വാറ്റുമരുന്ന്. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രൻ. എത്ര കണ്ടാലും കൊതി തീരുന്നില്ലേ, എത്ര കണ്ടാലും ഈ ചിത്രം. ഈ വടക്കൻപാട്ട് ചിത്രങ്ങളിലെ ചന്തുവിനെ ഓർത്തെടുക്കാമ. വടക്കൻ പാട്ടിലെ വില്ലൻ കഥാപാത്രങ്ങളെ കുമ്മറാണ് അവതരിപ്പിച്ചത്. ഗോവിന്ദൻകുട്ടിയും ശാരംഗമാണിയും ഒരിക്കൽ തിരക്കഥകളിലെ വില്ലൻ കഥാപാത്രത്തെ കുഞ്ചാക്കോ വേറെ ആരും തിരക്കത്തില്ല. ആ ആരോമുള്ള ചന്തു തുമ്പോലാർച്ചയില് അങ്ങനെ എന്തുകൊണ്ടോ ഉദയന്റെ മകനില് എങ്ങനെയിരിക്കുന്നു അമ്മാവ ശൂരനായ മകന്റെ കേൾവി? പണ്ടൊരിക്കൽ ഞാൻ ഉണ്ണിയാർച്ചയുടെ അറയിൽ കയറിയതിന് വാണം വീശിക്കൊണ്ട് എന്റെ തലയെടുക്കാൻ വന്നവനാണ് ഈ നിൽക്കുന്ന ആരോമൽ. എല്ലാ വില്ലൻ കഥാപാത്രങ്ങളും അതേ അനശ്വരമാക്കി. എല്ലാ നായകന്മാരും എതിടുന്നതും അത്രയും ക്രൂരതയുടെ ആ തുമ്പോലാർച്ചയിൽ ആ കൊച്ചിനെ കൊല്ലുന്ന സീനൊക്കെ ഉണ്ട്. അങ്ങനെ അതുപോലെ എല്ലാ കാര്യത്തിലും നായികക്കെതിരായിട്ടും നായകൻ്റെ അച്ഛന്മാർക്കെതിരായിട്ടും പോരാടുന്ന വടക്കൻ പാട്ടിലെ വില്ലൻ കഥാപാത്രങ്ങളെ ഉമ്മറിനോളം അനശ്വരമാക്കിയ വേറെ ആരും തന്നെ മലയാളത്തിലില്ല. അങ്ങനെ കുട്ടികളെ നമ്മുടെ കാലിൽ വെള്ളമൊഴിച്ച് ശുദ്ധം വരുത്തി. ഓം നമഃ ശിവായ, ഓം വാസുദേവായ. അതുകൂടാതെ ഉദയാട് വേറൊരു ചിത്രമുണ്ട്, പഞ്ചവങ്കാട്. പഞ്ചവങ്കാടിൽ യഥാർത്ഥത്തിൽ നായകൻ ഉമ്മറാണ്. അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ പഞ്ചവങ്കാട് നോവലാണ്. അതിൽ സത്യനുണ്ട്, പ്രേം നസീറുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഉമ്മറാണ് നെടുന്തോ. കാർത്യായനിയുടെ കാര്യത്തിൽ രാമയ്യന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉള്ളതുപോലെ ദേവന്മാരുടെ കാര്യത്തിൽ നമുക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. അടി കടന്നു വരൂ താണു. അപ്പോൾ അവൾ നമ്മെ രാജാവായിട്ട് അംഗീകരിച്ചിട്ടില്ല അല്ലേ? വായിക്കൂ. വേണാടിന്റെ ധീരനായ ഈ സേനാനിയുടെ മുമ്പിൽ നാം ശിരസ് നമിക്കുന്നു. മകനെ, രാജാധികാരം ആഗ്രഹിച്ച് നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മകളെ എന്ന് വിളിക്കാൻ ഈ അച്ഛന് സാധിക്കില്ല. മാർത്താണ്ഡവർമ്മയിലെ ആ കഥാപാത്രത്തെ അദ്ദേഹം അവിസ്മരണീയമാക്കി. ആ തുടക്ക ഷോട്ട് തന്നെ മാർത്താണ്ഡവർമ്മ ആ കൊട്ടാരത്തിന്റെ മകൾ ഉലാത്തുന്നയാണ്. നാട്ടുകാർക്കുണ്ടെന്നുള്ളത് നാം മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കള്ളിയങ്കാട്ടിൽ എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ദേശിങ്ങനാടിന്റെയും കായംകുളത്തിന്റെയും കാര്യം മറന്ന് നാം തന്നെ നാഗർകോവിലേക്ക് പോകുന്നത്. കായംകുളത്തിന് പോയ രാമയ്യനെ പറ്റിയും യാതൊരു വിവരവും അറിയുന്നില്ല. മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ ശത്രുക്കളെ പോരാടി അദ്ദേഹത്തിന്റെ നേട്ടത്തിന് വേണ്ടി നല്ലവരെന്നില്ല ചീത്തവരെന്നില്ല 8 പിള്ളമാരെ തൂക്കിലിട്ടുകൊണ്ട് അദ്ദേഹത്തെ എതിർത്തവരിനെയൊക്കെ നിഷ്പ്രഭരാക്കി രാജഭരണത്തിലേറ്റി. അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കുകയായിരുന്ന രാഗിണി എന്ന കഥാപാത്രം അവരെ വഞ്ചിച്ചു. അതിൽ അദ്ദേഹത്തെ മകളുണ്ടായി. മകളെ സ്നേഹിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കൊട്ടാര നർത്തകി മോഹിപ്പിച്ച ആ ഉഷാകുമാരൻ്റെ കഥാപാത്രമുണ്ട്. വീണ്ടും ഈ അവർക്കെതിരെ പടയാടുന്ന ഷീലയും രാഗിണി നശിപ്പിക്കും ഈ ഉഷാകുമാരെ വിളിച്ചു വരുത്തിയാണ്. അങ്ങനെ നിഗൂഢ ഭാവങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന മാർത്താണ്ഡവർമ്മയെ അനശ്വരമാക്കി അദ്ദേഹം മലയാളത്തിൽ. അങ്ങനെ വടക്കൻ പാട്ടിൽ നിന്ന് മാത്രമല്ല
പുരാണങ്ങളിലെയും വില്ലൻ കഥാപാത്രങ്ങളിലെയും ഒക്കെ ഉമ്മറിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു അദ്ദേഹം. പിന്നീട് നമുക്ക് അദ്ദേഹം കോമഡി രംഗങ്ങളിൽ ചെന്ന് മരുന്നോ നല്ല മരുന്നോ അഗ്നിമൃഗത്തെ ഒരു പാട്ട്, അത് കോമഡി കലർന്ന പാട്ട് ഇദ്ദേഹമാണ് അവതരിപ്പിക്കുന്നത്. അസൂയയ്ക്കും വസൂരിക്കും നീറ്റുമരുന്ന്, അരപ്പിരിക്കും മുഴുപ്പിരിക്കും വാറ്റുമരുന്ന്. അസൂയയ്ക്കും വസൂരിക്കും നീറ്റുമരുന്ന്. അത് കണക്ക് തന്നെ ഈശ്വരൻ ഹിന്ദു അല്ലാന്നൊരു വട്ടനായിട്ട് പോസ്റ്റ്മാനെ കാണാനായിട്ട് CID ആണ് അദ്ദേഹം. ആ പാട്ട് സീനിലും അദ്ദേഹം ഭ്രാന്തന്റെ ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. പിന്നെ ലോറ നീ എവിടെ എന്നൊരു സിനിമയുണ്ട്. അതിൽ അദ്ദേഹം നല്ലൊരു റോളാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അതിൽ കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കഴുത്തിൽ മിന്നും പൊന്നും ചാർത്തിയ ക്രിസ്ത്യാനി പെണ്ണ്. അതിൽ അദ്ദേഹം നായക തുല്യമായൊരു വേഷമാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അതും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരേ സമയം നായകനായും വില്ലനായും ഒക്കെ മലയാളികളുടെ പേരെടുത്ത് അദ്ദേഹം പിന്നെ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് നമുക്ക് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ 2-3 സിനിമകളിൽ പുതിയ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഇഷ്ടമാണ് പക്ഷേ അതിലെ സാഹിത്യകാരൻ, അതിൽ അംബിക അദ്ദേഹം നായിക കഥാപാത്രം സാഹിത്യ സൃഷ്ടികളെ പ്രേമിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം ഉമ്മർ ഭയങ്കര സാഹിത്യകാരനാണ്. അപ്പോൾ ആരാധനയോടുകൂടി അദ്ദേഹം ചെല്ലുന്നതും അവസാനം ഉമ്മർ ഒരു പ്രത്യേക നിമിഷത്തിൽ ആരാധികയ്ക്ക് കടന്നു പിടിക്കുന്നതും, അപ്പോൾ സാഹിത്യകാരന്മാർ വികാര ജീവികളാണ് ഇങ്ങനെ സ്വഭാവം എന്ന് പറഞ്ഞ് അവിടെ റിയലിസം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ടുള്ള ഒരു അസാധാരണമായ ക്യാരക്ടറാണ് ഉമ്മർ അതിൽ അവതരിപ്പിച്ചത്. മിസ്റ്റർ രവിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എഴുത്തുകാരൻ കുടിക്കുന്നു, വടിപിഴച്ച് നടക്കുന്നു, അരുതാത്തതെല്ലാം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടാണ് അവന് നല്ല കഥകൾ എഴുതാൻ കഴിയുന്നത്. ഇന്നലെ മുഴുവൻ നന്ദിനിക്കുട്ടിയെ പറ്റി എഴുതാൻ ഞാൻ കാത്തിരുന്നു, പക്ഷെ നടന്നില്ല. കാരണം നന്ദിനിക്കുട്ടിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അതേപോലെ തന്നെ കാര്യനിസ്സാരത്തിലുണ്ട്. ഉമ്മറും സുകുമാരിയാണ്, മക്കളില്ല, പക്ഷെ അവർ തമ്മിൽ പരസ്പരം സ്നേഹിച്ചിരുന്നു. പക്ഷേ ഉമ്മറിനൊരു കുട്ടിയുണ്ടെന്ന കുട്ടി തിരച്ചു വരുന്നതും ഉള്ള സത്യം അറിയുന്നതും സുകുമാരി വിഷമിക്കുന്നത്, പക്ഷേ അദ്ദേഹം ഒരു ദിവസം ഓടാൻ പോയിട്ടൊന്ന് മരിച്ചു കിടക്കുന്നതും ഒക്കെയുള്ള സീനുകൾ, ആ ദമ്പതികളുടെ വ്യത്യസ്തമായ ആവിഷ്കരണത്തോട് ഉമ്മർ വീണ്ടും പുതു തലമുറയെ കൂടെ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ. അത് പറഞ്ഞാ വലിയ തമാശ. മിസ്റ്റർ ഉണ്ണിത്താൻ വക്കീലായി എൻറോൾ ചെയ്ത് എന്റെ 25ാമത്തെ വാർഷികമാണിന്ന്. പുള്ളിക്കാരൻ ഈ വേഷമെല്ലാം ഇട്ടുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നൊന്ന് നിന്നു. എന്തൊരു ചിരിയായത്! ഈ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെയെങ്കിലും താലോലിക്കാൻ കഴിയാതെ പോകുന്നത് പോലുള്ള ദൗർഭാഗ്യം മറ്റൊന്നുമില്ല. ഞാൻ എത്രയോ യുദ്ധങ്ങൾ കണ്ടിരിക്കുന്നു, എത്രയോ ബഹുമതികൾ നേടിയിരിക്കുന്നു. പിന്നെ തോപ്പിൽ ഭാസിയുടെ മഞ്ഞില സരക്ക് മിസ്സിയുണ്ട്. മിസ്സിയിലും മധ്യവയസ്കനായ അവിവാഹിതനായ ഒരു കേണലായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ആ കേണലിനെ ശുശ്രൂഷിക്കാമെന്ന ഒരു മിസ്സി നേഴ്സാണ് ലക്ഷ്മി. അവർ തമ്മിലുള്ള പ്രേമവും ആ ക്യാപ്റ്റൻ്റെ കർക്കശമായ സ്വഭാവമൊക്കെ തോപ്പിൽ ഭാസി നല്ലവണ്ണം അവതരം. അങ്ങനെ നായകനായിട്ട് അദ്ദേഹം വീണ്ടും വന്ന കഥാപാത്രം മിസ്സി എന്ന കഥാപാത്രം. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും, പഴയ കാലഘട്ടത്തിലും പുതിയ കാലഘട്ടത്തിലും എന്ന് വേണ്ട മലയാള സിനിമയിലെ ഏത് തലമുറയിലും അദ്ദേഹം ഒരു പ്രത്യേക തരം മാനസത്തോടുകൂടി, പ്രത്യേകം ക്യാരക്ടറുകളോടി. പിന്നെ വേറൊരു കഥപാത വിട്ടുപോയി. അദ്ദേഹം നായകനായിട്ട് ആദ്യം പുറത്ത് ഡിറ്റക്റ്റീവ് 1999 കേരളത്തിൻ്റെ പടമാണ്. അദ്ദേഹം ചെയ്യാൻ കാര്യം വേണുവിൻ്റെ ഉദ്യോഗത്തിൽ എന്ന സിനിമയിൽ പ്രേം നസീർ, മാധു, ഉമ്മർ 3 പേരും മൾട്ടി സ്റ്റാറായിട്ട് അഭിനയിച്ച് പടം വിജയിച്ചാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ നായകനാക്കി ഒരു പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെ എടുക്കുന്നതാണ്. അങ്ങനെയാണ് അതും വലിയ രീതിയിൽ വിജയിച്ചു. പിന്നീട് അദ്ദേഹം നമുക്ക് കാണാൻ പറ്റുന്നത് ശശികുമാർ സാറിൻ്റെയൊക്കെ സിനിമകളിൽ, കൃഷ്ണൻ നായർ സിനിമകളിലും
അതിന് മധുസാർ ഡയറക്ടർ അദ്ദേഹം കൂടെ അഭിനയിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദയം പടിഞ്ഞാറൻ സിനിമയിൽ ഒരു പ്രത്യേക വേഷമാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്. പിന്നെ അർച്ചന എന്ന സിനിമയിലും അദ്ദേഹം ഒരു നായിക കഥാപാത്രമാണ് ചെയ്തത്, ശാരദയുടെ ഭർത്താവായിട്ട്. അച്ഛൻ കരയും, അച്ഛൻ പാവമാണ്, പാവം. അങ്ങനെ എണ്ണപ്പെടുന്ന ചിത്രങ്ങളിൽ നായകവേഷം അഭിനയിച്ചില്ലെങ്കിലും നമ്മൾ ഓർക്കപ്പെടുന്ന നായക വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മലയാളികളെല്ലാം അദ്ദേഹത്തിന് വില്ലനായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പാട്ടുപാടി അഭിനയിച്ചതും കോമഡി വേഷങ്ങൾ അഭിനയിച്ച കോളേജുകളൊക്കെ നമ്മൾ മറക്കാവുന്നതല്ല. അതുകൊണ്ട് സീരിയസ് വേഷം, മധ്യവയസ്കരായ കഥാപാത്രങ്ങളെയും എല്ലാം ഒരേപോലെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പിന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അത് എങ്കിൽ പോലും മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയങ്കരനായ ഒരു കുറേ കഥാപാത്രങ്ങൾ സമ്മാനിച്ചു അദ്ദേഹം. പെട്ടെന്നായിരുന്നു അദ്ദേഹം അസുഖം മൂലം നിര്യാതനായത്. അദ്ദേഹത്തിൻ്റെ മകനും കണ്ണാരം പൊത്തി പൊത്തി എന്ന സിനിമയിൽ നായകനായിട്ട് വന്നുവെങ്കിൽ പിന്നീട് ഇദ്ദേഹത്തിന് മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ മുൻപന്തിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ആ മകൻ്റെ സിനിമാഭിനയം അങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ പറ്റും, ഇത് മനുഷ്യൻ എന്നൊരു സിനിമയുണ്ട്, തോമസ് ബെർലി ഡയറക്റ്റ് ചെയ്തൊരു സിനിമ. അതിൽ അദ്ദേഹം ഒരു സാഡിസ്റ്റ്, സ്ത്രീകളെ കൊല്ലുന്ന ഒരു കഥാപാത്രമാണ്. ഷീലെ ആദ്യം മുറിവേൽപ്പിച്ച് മാറ്റിയിരുത്തും, പിന്നെ സുപ്രിയ എന്ന കഥാപാത്രത്തെ പ്രേമിച്ച് വശത്താക്കി അവളെ ബാത്ടബിൽ കൊല്ലുന്നൊരു സീനുണ്ട്. അവസാനമാണ് ഈ കൊലയൊക്കെ ചെയ്യുന്ന ഇയാളാണെന്ന് അറിയുന്നത്. ഇത്രയും മാനസിക രോഗിയായിട്ടൊരു കഥാപാത്രമാണ് ഇത് മനുഷ്യന്. അതേ കണക്കാൻ റോളാണ് ശാരംഗമാണിയുടെ എഴുതിയ മാനിഷാദ്. അതൊരു നാടകമായിരുന്നു. അതിലും ഒരു സ്ത്രീ വിരോധിയായ ക്രൂരനായ കഥാപാത്രം പിരികൊക്കെ വെച്ച് പ്രത്യേക മോഡുലേഷൻ്റെ കഥ പറയുന്ന ഒരു കൊലപാതകയായ ഒരു മനുഷ്യൻ്റെ കഥയാണ് മാനിഷാദിൽ പറയുന്നത്. ഉദയ അവതരിപ്പിച്ച മാനിഷാദിലെ ഏറ്റവും ഒരു ശപിക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായ കഥാപാത്രങ്ങൾ. എന്റെ ജമീല, എന്റെ പൊന്നാരമുത്തേ. മാമ, ഈ നോട്ടിനു വേണ്ടിയല്ല നമ്മളിവിടെ നിന്നത്. ജമീല ഇല്ലാതെ ഒരു നിമിഷം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല മാമ. തന്റെ ടൈമിലൊന്നും ചോദിച്ചില്ല. ഇവിടെ കാഫര്യങ്ങൾക്ക് എന്താ കാര്യം? കുട്ടി മാമ, നമ്മളെ ജമീലാനെ നിക്കാഹ് ചെയ്ത് കൊണ്ടുപോയോ? നമ്മൾ ആർക്ക് എന്ത് തെറ്റ് ചെയ്തു മാമ? പിന്നെ വേറൊരു കഥാപാത്രമുണ്ട്, അത് കരുണ. കരുണയിൽ ഇന്ന് വരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു കാര്യം. വില്ലനും കോമഡിയും മധ്യവയസ്കമൊന്നുമില്ല. ആ കുമാരനാശന്റെ പ്രശസ്തമായ കരുണ, അതിലെ ബുദ്ധശിഷ്യനെ ഉപഗുപ്തനാണ് അവതരിപ്പിക്കുന്നത്. മൊട്ടയടിച്ച് നിസ്സംഗനായ ബുദ്ധം ശരണം ഗച്ഛാമി പാടി വാസവദത്തിനെ വേശ്യ അദ്ദേഹത്തെ പ്രേമിക്കുന്നതും അദ്ദേഹത്തിന് കാണാൻ ചെല്ലുമ്പോൾ സമയമായില്ല എന്ന് പറയുന്ന അവസാനം ആ ചുടുകാട്ടിൽ ശരീരത്തെ നുറി കിടക്കുമ്പോൾ ഉമ്മർ ആ ഉപഗുപ്തനോട് ചെല്ലുന്ന ആശ്വസിപ്പിക്കുന്ന സീനുണ്ട്. മലയാളികൾ കെ തങ്കപ്പൻ എന്ന നൃത്ത സംവിധായകൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത രണ്ടാമത് കാട്ടുപൂക്കൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം, രണ്ടൊരു കരുണ. ഇത് ദേവരാജ മാസ്റ്ററാണ് അദ്ദേഹത്തെ KPS പരിചയം ഉപഗുപ്തൻ്റെ റോളിൽ ഏറ്റവും പറ്റിയത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തത്. കണ്ണുകളാണ് അദ്ദേഹത്തെ ഈ നായക നടനായിട്ട് വെച്ചത്. അങ്ങനെ ഉപഗുപ്തൻ ഉമ്മറിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു കഥാപാത്രമായിരുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് പറഞ്ഞാലും തീരത്തില്ല. ആ ഉമ്മറിനെ സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ നിർത്തുന്നു.